ഹലോ. കേൾക്കുന്നു. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ ലാസ്റ്റ് എടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഒക്കെ കണ്ടുപിടിക്കുന്നത്, അതേപോലെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിക്രീസിങ് ഫംഗ്ഷൻ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇന്ന് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, അതിൽ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അതിൽ വരുന്നതാണ് കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. ഒരുവിധ എക്സാംസിനൊക്കെ കണ്ടുവരാറുണ്ട് കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും. ഇതാണ് അപ്ലിക്കേഷൻ ഓഫ്, അതായത് ഇൻ്റഗ്രേഷൻ വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇതാണ് കാണാറുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. പിന്നീട് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ടോട്ടൽ കോസ്റ്റ് എന്നിട്ട് മാർജിനൽ കോസ്റ്റ്, അതേപോലെ ഇപ്പം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ. ഓക്കെ ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നോക്കിയിരുന്നോ? യെസ് സർ, നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പൊ പിന്നെ ഇതിന്റെ സർ, നമുക്കൊരു ഫംഗ്ഷൻ തന്നാല് അതിന് വേരിയബിൾ ഏതാ ഫിക്സ്ഡ് ഏതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, നമുക്ക് സാധാ പോലെ ഒരു ഫംഗ്ഷൻ തന്നാല് അതിന് വേരിയബിൾസ് ഏതാ ഫിക്സ്ഡ് നമ്മൾ പറയില്ലേ, കോസ്റ്റ് ആണെങ്കിൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x + 6. ഇതിലെ എക്സ് ആണ് വേരിയബിൾ, ഈ 6 എന്താണ് കോൺസ്റ്റന്റ്. ഇത് മാറില്ല. ഇത് മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മളടുത്ത് ഇതില് വേരിയബിൾ കോസ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5x ആയിരിക്കും വരാം. ഓക്കെ, അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതായത് ഈ ചോദിച്ചത് ഇപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ ഫംഗ്ഷനിൽ ഇപ്പം വേരിയബിൾ കോസ്റ്റ് ഏതാണ്, ഫിക്സ്ഡ് കോസ്റ്റ് ഏതാണ്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലേ? യെസ് സർ. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോർമലി ഇങ്ങനെയാണ് വരാറുള്ളത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്ന് ഞാനിപ്പോൾ അങ്ങനെ വേരിയബിൾ കോസ്റ്റ് അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആക്കാൻ കണ്ടിട്ടില്ല. ഇനി ഏതായാലും അതൊന്ന് ഞാൻ എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ഇനി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഈ f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, f'(x) ഡിക്രീസിങ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ആണ് എന്ത്, f'(x) ലെസ് ദാൻ 0. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ അത് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 3x² + 4x. അപ്പൊ നമ്മൾ f'(x) എന്താ വരിക, f'(x) ഈക്വൽ ടു, കുറച്ച് സ്പീഡ് പറഞ്ഞു പോകാം, 3x², അതായത്
എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ ചെയ്യുമ്പോൾ 3x² മൈനസ് 3 കോൺസ്റ്റന്റ് ആണ് അവിടെ തന്നെ വെക്കുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ അതെന്താവും 3 × 2x ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് 3 × 2x പ്ലസ് 4. അപ്പോൾ അതെന്തായിട്ട് മാറും 3x² മൈനസ് 6x പ്ലസ് 4. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണോ, എന്താണ് വരിക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൽ 3 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ x², ഓക്കെ അതിന് മുന്നായിട്ട് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് 3x² മൈനസ് 6x, ഈ 4നെ എങ്ങനെ എഴുതാം, +3 +1 എഴുതി കൂടെ. അപ്പൊ എല്ലാത്തിലും 3 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3 കോമൺ ആക്കി എടുക്കുക. 3 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ x² മൈനസ് 2x പ്ലസ് 1 പ്ലസ് 1. ഇതെന്താണ് x² മൈനസ് 2x പ്ലസ് 1? അത് x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താ വരിക, x² മൈനസ് 2 × x × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതെന്താ വരിക 3 × x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 അല്ലേ? ഡൗട്ട് ഉണ്ടോ? സർ ഒന്നുകൂടെ പറയോ? ഓക്കെ ഓക്കെ, എവിടുന്ന് തൊട്ടാ പറയണ്ടേ? x മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, അതായത് ഇത് ഓക്കെയാണ് 3x² മൈനസ് 6x പ്ലസ് 3 ദെൻ പ്ലസ് 1. ഇതിനെ ഞാൻ ആ 4നെ എന്താ ചെയ്തു 3 + 1 ആക്കി, കാരണം 3 എല്ലാത്തിലും കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് 3 + 1 ആക്കിയത്. അപ്പൊ 3 × x² മൈനസ് 2x പ്ലസ് 1 പ്ലസ് 1 ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി x² മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കറക്റ്റ് ഓർമ്മയില്ല സർ. കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയോ? -b + or -? യെസ് സർ. ഓക്കെ, അത് വെച്ചിട്ടാണെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതെങ്ങനെ കാണിച്ചു തരാം. അത് പറയുമ്പോൾ ഒന്നുകൂടി ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയാണ്. മറ്റേത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു പണിയുണ്ട്. പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു തരേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് 2x പ്ലസ് 1ന്റെ സൊല്യൂഷൻസാണ് കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം a = 1, b = -2, c = 1, x = -b + or minus √b² - 4ac / 2a minus b minus -2 + or minus √b², -2ന്റെ സ്ക്വയർ എന്താ 4, minus 4 × 1 × ഓക്കെ 4 × a എന്താ 1, c എന്താ 1 ഡിവൈഡഡ് ബൈ 2a, a എന്താ 1, 2 × 1 2. ഇപ്പൊ എന്ത് വരും -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 2 + or minus 4 minus √4 minus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √0. അപ്പോൾ 2 + or minus 0/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ വരിക 2/2. ഇവിടെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഒരു സൊല്യൂഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്, നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് വരിക x - 1 x - 1 എന്നായിട്ടാ. ഇവിടെ 1 ആൻസർ ആയതുകൊണ്ട് x - 1 x - 1. ഇത് നേരെ മറിച്ച് നമുക്ക് നോർമലി കിട്ടാറുള്ളത് രണ്ട് സൊല്യൂഷൻ ആയിട്ടാണ് കിട്ടുക. ഇപ്പൊ x = 1, x = 2, x = -3 ആണെന്ന് വെച്ചോ. അപ്പം ഈ ഒരു ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഇതിലെങ്ങനെ x ഇത് 2 ആയതുകൊണ്ട് x - 2, ഇത് -3 ആയതുകൊണ്ട് x + 3. ഇതായിരിക്കും ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. മനസ്സിലായോ? സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട്, അതായത് x - 1 ആയിട്ട് എടുക്കുക.
അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 2 ആണ് കിട്ടിയത്. അപ്പൊ നമ്മളെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ x-2 ആണ്. ഇവിടെ എക്സ് ഈക്വൽ ടു -3 ആണ് കിട്ടിയത്. അപ്പൊ x+3 ആണ് എന്ത് ഫാക്ടർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, ഇവിടെ ഒരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് രണ്ടും x-1 എന്നുള്ള രീതിയിലാക്കിയത്. രണ്ടും ആൻസർ ശരിക്കും രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ആ രണ്ട് സൊല്യൂഷനും 1 ആണ്. അതുകൊണ്ടാണ് x-1 ഇൻറ്റു x-1 ആയത്. ഓക്കെ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ഇതങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x-1 ഇൻറ്റു x-1 എഴുതാം. x-1 ഇൻറ്റു x-1 എന്താ? x-1 ഹോൾ സ്ക്വയർ. അതാണ് ഇവിടെ ചെയ്തത്. ക്ലിയർ? യെസ് സർ, ക്ലിയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇതെന്താണ്? സ്ക്വയറാ. ഇതിപ്പോ നെഗറ്റീവ് നമ്പർ ആയി കഴിഞ്ഞാലും ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇതിൽ ഏറ്റവും ലോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? 0 അല്ലേ വരിക? 0ന്റെ സ്ക്വയർ ഏറ്റവും ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏറ്റവും ബ്രാക്കറ്റ് ടോട്ടലി വരുമ്പോൾ x-1 ഹോൾ സ്ക്വയറിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ അത് പോസിറ്റീവ് ആയിരിക്കും. എക്സിന് നമ്മളിപ്പം നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും എന്തായിട്ട് വരും? ആൻസർ പോസിറ്റീവ് ആയിട്ട് മാറും. സോ അപ്പൊ ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പം ഇത് ഇപ്പം ഏറ്റവും മിനിമം വാല്യൂ പറയുന്നത്, ഏറ്റവും മിനിമം വാല്യൂ ഇതിന്റെ 0 ആണ്. അപ്പൊ ഈ f'(x) എന്തായിരിക്കും? 0 + 1. ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് തന്നെ എന്താണ്? 1 ആണ്. അതെന്താണ്? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? f'(x) ഗ്രേറ്റർ ദാൻ 0. Therefore ഇതെന്താണ്? ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഓക്കെ സർ. ക്ലിയർ? യെസ് സർ. ഇനി ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈസിയാണ്. ഇതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്, ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് ഫുൾ നോട്ടായിട്ട് അയച്ചുതരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ടൊന്നും അയച്ചിട്ടില്ലായിരുന്നു. ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ, ഈ കൺസെപ്റ്റ് എന്താണെന്നറിയോ? ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ ഇതിന്റെ കൺസെപ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ, ഇപ്പോ ജസ്റ്റ് ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, അതേപോലെ അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ഈ കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ലോക്കൽ മാക്സിമന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇപ്പം വരച്ചിട്ടുള്ളത് ഓരോരോ നാടാ. ഇതിപ്പം ഡൽഹി, മുംബൈ, കേരള, അതായത് ഓരോരോ സ്ഥലത്തുള്ള ഏറ്റവും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതി, അല്ലെങ്കിൽ ക്രിക്കറ്റർ എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഡൽഹി എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഏറ്റവും ടോപ്പ് ബാറ്റ്സ്മാൻ ആയിട്ട് വരുന്നത് കോഹ്ലിയാണെന്ന് വെച്ചോ. ഓക്കെ, ഇനി ഇത് മുംബൈ ആണ്. മുംബൈയിലെ ടോപ്പ് ബാറ്റ്സ്മാൻ, ഇതുവരെ പെർഫോമൻസിന്റെ ഗ്രാഫ് ആട്ടോ.
ഓക്കെ. മുംബൈയിലെ ടോപ്പ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ടോപ്പ് ക്രിക്കറ്റർ ആയിട്ട് ഉള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ. ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഇത് പറയുന്നേ. ഇനി അടുത്തത് ജാർഖണ്ഡ്. അവിടുത്തെ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ളത് ആര്? ധോണി. എക്സാമ്പിളാ പറയുന്നേ. അപ്പൊ ഇവിടുത്തെ ഡൽഹിന്റെ മാത്രം കേസ് നോക്കുമ്പോൾ കോഹ്ലിയാണ് അവിടുത്തെ എന്ത് ടോപ്പ് ബാറ്റ്സ്മാൻ, അതായത് ലോക്കൽ മാക്സിമം ഇവിടുത്തെ കോഹ്ലിയാണ്. മുംബൈന്റെ കേസ് മാത്രം എടുക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ മാക്സിമം വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ത് ഇവിടുത്തെ ബെസ്റ്റ് പെർഫോമർ. ഇനി ജാർഖണ്ഡിന്റെ കേസ് എടുക്കുമ്പോൾ ധോണിയാണ് ബെസ്റ്റ് പെർഫോമർ. ഇപ്പൊ ഓരോരോ കേസ്, അതായത് ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് എടുക്കുമ്പോൾ അവിടുത്തെ മാക്സിമം അവിടുത്തെ മിനിമം അതാണ് എന്ത് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. മനസ്സിലായോ? ഓക്കെ. ഇനി അബ്സല്യൂട്ട് മാക്സിമ. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ എൻറ്റയർലി ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ നോക്കുമ്പോൾ ഇപ്പൊ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഫാക്ട് വെറുതെ പറയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ പ്ലെയർ ആയിരിക്കും ബെസ്റ്റ് ആയിട്ട് തോന്നുക, ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഉള്ളത് ഇത് ഓൾ ഓവർ ഇന്ത്യന്റെ ഗ്രാഫാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ ടോട്ടലി ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ളത് ധോണിയാണ്. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം ആയിട്ട് എടുക്കുക ധോണിയാണ്. മനസ്സിലായോ? അബ്സല്യൂട്ട് മാക്സിമ അതേപോലെ ലോക്കൽ മാക്സിമ. ഇതേപോലെ തന്നെയാണ് ലോക്കൽ മിനിമ, അബ്സല്യൂട്ട് മിനിമ. അപ്പം ഇതൊരു കേസ് പറഞ്ഞെന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഒരു ചെറിയ ചെറിയ പോർഷൻസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ നോക്കും. പിന്നെ അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഏതാണോ വലുത് അതാണ് അബ്സല്യൂട്ട് മാക്സിമ. അതേപോലെ തന്നെയാണ് അബ്സല്യൂട്ട് മിനിമയും വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് അബ്സല്യൂട്ട് അല്ലെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക? ദെൻ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഇന്റഗ്രേഷനിലേക്കാണ്. ഇന്റഗ്രേഷനിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്പീഡിൽ തന്നെ പോകണം, എന്നാലേ അത് തീരുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഇൻ കേസ് ചോദിച്ചാൽ ഇത് കിട്ടണം. ഫൈൻഡ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമം മിനിമം ഓഫ് ദ ഫംഗ്ഷൻ f of x equal to 3x raised to 4 plus 4x cube minus 12x square plus 12. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ f dash x കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് f dash x. ഞാൻ സ്റ്റെപ്പ് ആയിട്ട് പറയാം. അപ്പൊ ഇതിന്റെ f dash x കണ്ടുപിടിക്കുമ്പോൾ f dash x ഈക്വൽ ടു എന്തായിരിക്കും വരിക? 3x raised to 4. നമുക്ക് എന്താ ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. x raised to 4 എന്താ? 4x ക്യൂബ് ആണ്. അപ്പൊ 3 into 4x ക്യൂബ് പ്ലസ് 4 into x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ മൈനസ് 12 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ദെൻ പ്ലസ് 12ന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, 0 ആണ്. അപ്പൊ ഇതാ വരിക 3 into 4x ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12x ക്യൂബ് പ്ലസ് 4 into 3x സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 12x സ്ക്വയർ മൈനസ് 24
എക്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ക്രിറ്റിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ക്രിറ്റിക്കൽ പോയിന്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ക്രിറ്റിക്കൽ പോയിന്റ്സ്. ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂസ്. ഫൈൻഡ് ക്രിറ്റിക്കൽ പോയിന്റ്സ്. അതായത് എഫ് ഡാഷ് എക്സിന് 0 കൊടുക്കുക, അപ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സിന് 0 കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 12x³ പ്ലസ് 12x² മൈനസ് 24x ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ ഞാൻ 12x കോമൺ ആക്കി എടുക്കുക. എല്ലാത്തിലും 12x ഉണ്ടല്ലോ, കോമൺ ആക്കി എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? x² പ്ലസ് x മൈനസ് 2 അല്ലേ വരിക? ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ? ഒന്നെങ്കിൽ 12x ഈക്വൽ ടു 0. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 12x ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് x ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്രിറ്റിക്കൽ പോയിന്റ്. ഇനി അടുത്ത ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഈക്വൽ ടു 0 കൊടുക്കുക. x² പ്ലസ് x മൈനസ് 2 ഈക്വൽ ടു 0. ഇതെന്ത് ചെയ്യാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ കൊടുത്തോ. x² പ്ലസ് x മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന് വേറെ മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി അറിയെങ്കിൽ അത് ചെയ്യാം. x ഈക്വൽ ടു മൈനസ് b. ഇപ്പൊ a ഈക്വൽ ടു 1, b ഈക്വൽ ടു 1, c ഈക്വൽ ടു മൈനസ് 2. മൈനസ് b പ്ലസ് ഓർ മൈനസ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ വീണ്ടും എഴുതുന്നത്. റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a മൈനസ് b മൈനസ് 1 പ്ലസ് ഓർ മൈനസ് b² എന്താ? 1 സ്ക്വയർ 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു c മൈനസ് 2 ഡിവൈഡഡ് ബൈ 2a. ഇപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ഇപ്പൊ ഇതെന്തായിട്ട് വരും? മൈനസ് 1 പ്ലസ് ഓർ മൈനസ്, ഇതെന്താ വരിക? 1 മൈനസ് 4 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8. 1 മൈനസ് മൈനസ് 8, 1 മൈനസ് മൈനസ് 8 ഡിവൈഡഡ് ബൈ 2. അപ്പൊ അതെന്തായിട്ട് വരും? മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3/2. അപ്പൊ ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് പ്ലസ് കൊടുക്കുക, x1 ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 3/2 ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 2/2 ഈക്വൽ ടു 1. ഇതാണ് ഒരു സൊല്യൂഷൻ. x2 മൈനസ് 1 മൈനസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4/2 ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, ഇപ്പൊ ക്രിറ്റിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി. ക്രിറ്റിക്കൽ പോയിന്റ്സ് ഏതൊക്കെ? 0, 1, മൈനസ് 2. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ക്രിറ്റിക്കൽ പോയിന്റ്സ്. 0, -1, -2. ഇതാണ് ക്രിറ്റിക്കൽ പോയിന്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് f′′ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫൈൻഡ് f′′ ഇനി മനസ്സിലാക്കുക, f′′ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഒരു പോയിന്റ് എന്തായിരിക്കും? ലോക്കൽ മിനിമ ആയിരിക്കും. ഓക്കെ, ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്ക് ശ്രദ്ധിക്കണം. f′′ ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ എക്സിലുള്ള പോയിന്റ് ലോക്കൽ മാക്സിമ ആയിരിക്കും. ഓക്കെ, f′′ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമയും, f′′ ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമയും ആയിരിക്കും.
അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രിറ്റിക്കൽ പോയിന്റിന്റെ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡബിൾ ഡാഷ് എക്സ്, എഫ് ഡബിൾ ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്താണ് കിട്ടിയത്? എഫ് ഡാഷ് എക്സ് കിട്ടിയത് 12x³ പ്ലസ് 12x² മൈനസ് 24x. ഇതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് ചെയ്യുന്നതാണ് എന്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ്. അപ്പൊ x³ ഡെറിവേറ്റീവ് എന്താ? 3x². അപ്പം ഞാൻ ഒന്നുകൂടി ഇവിടെ ഇത് കാണിക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 12x³. ഓക്കെ, ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യാ? ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണാം. 12x³ 12x³ പ്ലസ് 12x² മൈനസ് 24x. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്താ വരിക? x³ ഞാൻ കുറച്ചും കൂടി സ്പീഡ് ആക്കുകയാണ്. x³ ഡെറിവേറ്റീവ് 3x². അപ്പൊ 12 ഇൻറ്റു 3x² പ്ലസ് 12 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x മൈനസ് 24x മൈനസ് 24. യെസ്. അപ്പൊ ഇതെന്തായിട്ട് വരും? 36x² പ്ലസ് 24x മൈനസ് 24. ഇതാണ് എന്ത്? എഫ് ഡബിൾ ഡാഷ് എക്സ് വരുന്നത്. ഇനി എന്ത് ചെയ്യാ? നമ്മൾ ക്രിറ്റിക്കൽ പോയിന്റ് ഏതൊക്കെ കിട്ടിയത്? 0, 1, -2. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഈ എഫ് ഡബിൾ ഡാഷ് 0 കൊടുക്കുക. അതിന്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാം. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമ ആണ്. ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ അല്ല കേട്ടോ ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ 0 എന്ന് പറയുന്ന, ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ അത് ലോക്കൽ മിനിമ ആയിരിക്കും. എപ്പോ? എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. എഫ് ഡബിൾ ഡാഷ് എക്സ് 0. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എക്സ് എന്താണ്? 36x² പ്ലസ് 24x മൈനസ് 24. ഞാൻ എക്സിന് 0 കൊടുക്കുകയാണ്. അപ്പൊ 36 ഇൻറ്റു 0 0 ആവും. 24 ഇൻറ്റു 0 0 ആണ്, മൈനസ് 24. ഓക്കെ, അപ്പൊ മൈനസ് 24 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ് അല്ലേ? അപ്പൊ ഇതെന്താ? 0 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവുന്നത്. 0 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. അല്ലാതെ മൈനസ് 24 ആണ് അതിന്റെ വാല്യൂ എന്നല്ല. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സിന് 0, എക്സിന്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യാം. ഇനി എഫ് ഡബിൾ ഡാഷ് 1 ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് 1 ചെയ്യുമ്പോൾ എന്ത് വരും? 36 into 1² that is equal to 36 plus 24 into 1 24 minus 24 that is equal to 24 and 24 cancel out equal to 36 that is greater than 0. Greater than 0 ആണെങ്കിൽ എന്താ? ലോക്കൽ മിനിമ. അപ്പൊ 1 is the point of local minima. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Yes, sir. Okay. Okay. Then f double dash -2. -2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 36 into -2ന്റെ സ്ക്വയർ. -2ന്റെ സ്ക്വയർ എന്താ? 4 പ്ലസ് 24 into -2 minus 24 that is equal to 36 into 4 72. 72ന്റെ ഡബിൾ 144. 24 into -2 that is equal to -48 minus 24 ചെയ്യുമ്പോൾ 144 -48 -24 ഇത് ചെയ്യുമ്പോൾ 60 72. അപ്പൊ -72 ആവും. ആൻസർ 72. 72 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതെന്താണ്? ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ? ലോക്കൽ മിനിമ. -2 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഇത് വെച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. എന്ത് വേണേലും വരാം. ചിലപ്പം ക്രിറ്റിക്കൽ പോയിന്റ് ആയിരിക്കാം,
ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ. ഓക്കെ, അപ്പൊ ഫുള്ളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, -2 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 0 1 -2 എഫ് ഓഫ് 0, എഫ് ഓഫ് -1, എഫ് ഓഫ് -2 ഇതായിരിക്കും എന്ത് ആ പോയിന്റ് വരിക, ലോക്കൽ മാക്സിമ. ഇതിപ്പോ ചെക്ക് ചെയ്യാണ് ലോക്കൽ മാക്സിമ ആണോ അല്ലേ എന്നുള്ളത്. ഇനി ഈ ലോക്കൽ മാക്സിമ ഇതിന്റെ വാല്യൂ എത്ര വരുന്നത്? മാക്സിമം എന്ന് പറയുന്ന ലോക്കൽ മാക്സിമം, ആ മാക്സിമം ആയിട്ടുള്ള അതിന്റെ വാല്യൂ എന്താണ് വരുന്നത്, അത് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? എഫ് ഓഫ് എക്സില് ഈ വാല്യൂസ് കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 3x⁴. f of x equal to 3x⁴ plus 4x³ minus 4x³ 12x² plus 12. ഇനി എന്താ ചെയ്യുക? 0 എന്ത് പോയിന്റാ? ലോക്കൽ മാക്സിമം ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് 0 കണ്ടുപിടിച്ചാൽ ആ പോയിന്റ് കിട്ടും, ലോക്കൽ മാക്സിമം ആയിട്ടുള്ള ഇതിന്റെ വാല്യൂ കിട്ടും. 0യിലാണ് ലോക്കൽ മാക്സിമം ആകുന്നത്. ആ വാല്യൂ എത്ര വരുന്നത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് 0 അപ്ലൈ ചെയ്യാം. 0 അപ്ലൈ ചെയ്യുമ്പോൾ 3 × 0 0, 4 × 0 0, ഇതും 0, എന്ത് വരും? 12 മാത്രം വരും. അപ്പം ലോക്കൽ 12 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ അറ്റ് ദി പോയിന്റ് 0. 12 എന്താണ്? ലോക്കൽ മാക്സിമ. ക്ലിയർ? ഇനി എഫ് ഓഫ് 1, 3 × 1 3, 4 × 1 4, -12 + 12. -12ഉം +12ഉം ക്യാൻസൽ ആവും, ഈക്വൽ ടു 7. 7 എന്താന്ന് പറഞ്ഞത്? ഈ 1ല് ലോക്കൽ മിനിമം ആണ്. അപ്പൊ 7 ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഞാൻ ലോക്കൽ മിനിമ ലോക്കൽ മാക്സിമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റേഞ്ച്, ഒരു ഭാഗത്തുള്ള, ഒരു പ്രദേശത്തുള്ള, ഒരു റീജിയനിലുള്ള ആ ഒരു ഭാഗത്തുള്ള ലോക്കൽ മിനിമമാണ്, മിനിമം വാല്യൂ ആണ് ഈ 7 എന്ന് പറയുന്നത്. എഫ് ഓഫ് -2 ചെയ്യുമ്പോൾ 3 × ഇത് -2⁴ എന്ന് പറഞ്ഞാൽ 2⁴ ആയിരിക്കും. 3 × 2⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് 4 × -2³ -2³ എന്താ? -8 ആ വരിക. -12 × x², -2ന്റെ സ്ക്വയർ 4 ആ വരിക, പ്ലസ് 12 ചെയ്യുമ്പോൾ 3 × 16 48, 4 × -8 ദാറ്റ് ഈസ് ഈക്വൽ ടു -32, -12 × 4 -48 പ്ലസ് 12. 48 -48 cancel, then -32 plus 12 that is equal to -20. ഇതെന്താ പറഞ്ഞ? -2 is the point of local minima. അപ്പൊ -20 ആണ് എന്ത്? -2 എന്ന് പറയില്ല, -2 എന്ന് പറയുന്ന പോയിന്റിലെ ലോക്കൽ മിനിമ. ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് കഴിഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ, ഇത് എന്ത് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് വീഡിയോ കാണുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഇപ്പം എഴുതിയെടുത്തോ? ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇനി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ കാണുക. കാരണം രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്ക് ഇനിയും ഒരുപാട് സമയം പോകും. ഓക്കെ, ഇനി അടുത്തത് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നുമില്ല. ഇന്റഗ്രേഷൻ അറിയോ? ചെറിയൊരു ഐഡിയ ഉണ്ടോ? ഓക്കെ, ഡെറിവേറ്റീവ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ വലിയ പ്രശ്നം വരില്ല. കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് ഇന്റഗ്രേഷനിൽ, അത് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അങ്ങനെ ഇന്റഗ്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഇപ്പൊ +2
പ്ലസ് ടുവിൽ പഠിക്കുന്ന പോലെ, അതായത് പ്ലസ് ടു സയൻസിൽ പഠിക്കുന്ന പോലെ പഠിക്കാനൊന്നുമില്ല. ആകെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് എന്ത്? കൺസ്യൂമർ സർപ്ലസ്, അതേപോലെ പ്രൊഡ്യൂസർ സർപ്ലസ്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ഇന്റഗ്രേഷന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ കുറച്ച് റൂൾസ്, കുറച്ച് ഫോർമുലാസ്, ദെൻ നേരെ പോകുന്നത് കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ്. ഓക്കെ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. അതായത് ഡെറിവേറ്റീവിന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ്, റിവേഴ്സ് പ്രോസസ് ആണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഡിഫറൻഷിയേഷനിൽ എന്താ യൂസ് ചെയ്യുന്ന വെച്ചാൽ, ഒരു ഫംഗ്ഷൻ തരും. ഫംഗ്ഷൻ എന്ത് ചെയ്യും? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാ ഉണ്ടാവുക. ഇവിടെ ഡിഫറൻഷിയേഷൻ. ഇന്റഗ്രേഷന്റെ കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് ആണ് ശരിക്ക് തരുന്നത്. അതിൽ നിന്ന് നമ്മളെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ഉണ്ടാവുക. ഡെറിവേറ്റീവ് തരും, എന്നിട്ട് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണല്ലോ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ഇന്റഗ്രൽ 1 ഡി എക്സ്, ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. നമ്മൾ നോർമലി ഇന്റഗ്രേഷന്റെ കേസിൽ പ്ലസ് സി ഒരു കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിൽ എഴുതാറുണ്ട്. ഓക്കെ. ഇനി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഡാഷ്, ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. ഇന്റഗ്രൽ 2x കണ്ടുപിടിച്ചാൽ അത് നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ആയിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ. ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ്, ഫോർമുലാസ്, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസ്. ഡെറിവേറ്റീവ് പോലെ തന്നെ ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് ഫംഗ്ഷന്റെ അഡീഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞേ? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റും. ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ രണ്ടാമത് ഇതും കൂടി പഠിക്കാനുള്ളൂ, ഇന്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ എന്ത് ചെയ്യണം? കെനെ പുറത്തേക്ക് ഇട്ട് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതാണ് പഠിക്കാനുള്ള പ്രോപ്പർട്ടീസ്. ഇനി മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഇതാ ഫോർമുലാസ്. ഓക്കെ, ഇതറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ.
ഫസ്റ്റ് വൺ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്. അപ്പൊ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 5 എന്തായിരിക്കും വരിക? എക്സ് റൈസ് ടു 5 ഡി എക്സ് എന്താ വരിക? ഈക്വൽ ടു എൻ എന്താ 5 ആണ്, അപ്പൊ 5 പ്ലസ് 1 എക്സ് റൈസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 പ്ലസ് സി. അതായത് എന്ത് വരും? എക്സ് റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് സി. ഇതായിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഈ സി എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ എപ്പോഴും എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് റൈസ് ടു 7 എന്തായിരിക്കും വരിക? ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1 പ്ലസ് സി. ആൻസർ എക്സ് റൈസ് ടു 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാണ്ടാവുക. ഇത് വെച്ചിട്ടായിരിക്കും. ഇനി മനസ്സിലാക്കുക, ഇന്റഗ്രൽ വൺ ഡി എക്സ് എന്തായിരിക്കും വരിക? എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. ഇന്റഗ്രൽ 1 ഈക്വൽ ടു എക്സും ആണ്. ഓക്കെ, രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ്. എക്സ് പ്ലസ് സി. ഇതാണ് രണ്ടാമത്തത്. അടുത്തത് ഇന്റഗ്രൽ 1/x ഡി എക്സ്. മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇതാട്ടോ, ഫസ്റ്റും സെക്കൻഡ്. 1/x ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, ഫോർത്ത് വൺ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഈ ഇ റൈസ് ടു ഡി എക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവും ഇതിന്റെ ഇന്റഗ്രലും സെയിം ആണ്. ഇ റൈസ് ടു എക്സ് സെയിം, ആ നമ്പറിന് ഒന്നും മാറ്റം വരില്ല. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവും ഇ റൈസ് ടു എക്സ് ആണ്. ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രലും ഇ റൈസ് ടു എക്സ് ആണ്. ഓക്കെ, മോഡ് ലോഗ് മോഡ് എക്സ്. യെസ്, എക്സിന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അല്ലേ? അതെ. അപ്പൊ ഇന്റഗ്രല് ലോഗ് എക്സ് എന്ന് പോരെ, മോഡ് എക്സ് വേണോ? ലോഗ് മോഡ് എക്സ് വേണം. പോസിറ്റീവ് നമ്പറിന് മാത്രം ലോഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലോഗ് മോഡ് എക്സ്. ലോഗ് നെഗറ്റീവ് വാല്യൂ വരില്ല. മനസ്സിലായോ? ഈ ലോഗ് എക്സ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല, അത് പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എന്ത്? ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും. ദെൻ ഫിഫ്ത് വൺ ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സ്. ഇതൊക്കെ തരാനുള്ള കാരണം ഇത് വെച്ചിട്ട് UGC നെറ്റിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് ഇപ്പം എ റൈസ് ടു എക്സ് ലോഗ് എ പ്ലസ് സി. ഞാൻ കണ്ടിരുന്നത് ഇന്റഗ്രൽ 50 റൈസ് ടു എക്സ് ഡി എക്സ്. ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ഇത് എ റൈസ് ടു എക്സ് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ എന്താ വരിക? എ റൈസ് ടു എക്സ് സെയിം 50 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 50 പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ട്രിഗണോമെട്രിന്റെ ഡെറിവേറ്റീവും ഇതൊന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, അപ്പൊ അത് പറയുന്നില്ല. ഓക്കെ,
ഇത്രയും അറിയെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഇതെന്താ കൺസെപ്റ്റ് അറിയില്ലേ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ UGC നെറ്റിലാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ഞാൻ ഇത് മെയിനായിട്ട് നോക്കിയിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നോക്കാനുണ്ട് CUET പേപ്പർ. ഇതുകൂടി നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ക്ലാസ് ഇതെല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ക്ലാസ് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടോ? ഇതെന്താന്ന് പറയണോ? അറിയുന്ന കാര്യമല്ലേ? അറിയാം സർ. ഓക്കെ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. കൺസ്യൂമർ സർപ്ലസ്. ഡിഫറൻസ് between consumer is willing to pay and what they paid for a product. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ. കൺസ്യൂമർ എത്ര കൊടുക്കാൻ വില്ലിംഗ് ആണ്, അതും അതേപോലെ അവർ എത്ര കൊടുത്തു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അറിയാലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് ഇത് അറിയുന്ന എക്കണോമിക് കൺസെപ്റ്റ് അറിയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ. പ്രൊഡ്യൂസർ, ഞാൻ പ്രൊഡ്യൂസർ സർപ്ലസ് ഈസ് ദ difference between the market price lowest price are willing to accept. Okay. Producer surplus is the difference between market price and lowest price a producer willing to accept. Difference between market price and lowest price a producer willing to accept. ഇതാണ് എന്ത് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് ഞാൻ ആദ്യം എന്ത് ചെയ്യാം, എഴുതാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ആണ് പറയുന്നത്. കൺസ്യൂമർ സർപ്ലസ്, ഓക്കെ, CS നേടുന്നുള്ളൂ, ഈക്വൽ ടു ഇന്റഗ്രൽ 0 to Q. ചിലപ്പോൾ X0 അല്ലെങ്കിൽ X എന്നൊക്കെ ആയിട്ടായിരിക്കും തരിക Qന്റെ വാല്യൂ. ഡിമാൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ, അതാണ് PD കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ ആട്ടോ. മൈനസ് PD ഇൻറ്റു Q.
ഓക്കെ, ഇതാണ് കൺസ്യൂമർ സർപ്ലസിന്റെ ഇക്വേഷൻ. പ്രൊഡ്യൂസർ സർപ്ലസിന്റെ ഇക്വേഷൻ സപ്ലൈ ഫംഗ്ഷന്റെ സപ്ലൈ ഫംഗ്ഷൻ ആണ് പി എസ് ഇൻറ്റു ക്യൂ മൈനസ് ഇന്റഗ്രൽ 0 to ക്യൂ സപ്ലൈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. ഓക്കെ, ഇതാണ് എന്ത് കൺസ്യൂമർ സർപ്ലസ് പ്രൊഡ്യൂസർ സർപ്ലസ് ഇതിന്റെ ഇക്വേഷൻ. ഇത് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ ഇതിന് മുന്നായിട്ട്? സർ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഒന്ന് മാത്രം ചോദിക്കും, ചിലപ്പോൾ രണ്ടും ചോദിക്കും. കാൽക്കുലേറ്റ്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുന്നത്. കൺസ്യൂമർ, ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വേറെ അങ്ങനെ കാണാറില്ല ഈ ഇന്റഗ്രേഷന്റെ ഭാഗത്തുനിന്ന്. അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇതേപോലെ ചോദിക്കും. നേരത്തെ കാണിച്ചില്ലായിരുന്നോ 50 raised x dx, അല്ലെങ്കിൽ ഇന്റഗ്രൽ e⁻x, അല്ലെങ്കിൽ ഇന്റഗ്രൽ 1/x, അല്ലെങ്കിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. if the demand function p equal to 50 minus 2x and x equal to 20. ഈ x എന്ന് പറയുന്ന ഇവിടെ അപ്പൊ എന്താണ്? ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, 2q 2x പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതെന്താണ്? q അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ q ആണ് എന്ത് 20 തന്നത്. ഇപ്പൊ p ഈക്വൽ ടു എന്ത് വരും? 50 മൈനസ് 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഇതായിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 2 ഇൻറ്റു 20. ഇപ്പൊ ആൻസർ എന്ത് വരും? 50 മൈനസ് 2 ഇൻറ്റു 20 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇപ്പൊ p ഇൻറ്റു ക്യൂ എന്താ? p ഇൻറ്റു ക്യൂ ഈക്വൽ ടു 10 ഇൻറ്റു 20 200. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കൺസ്യൂമർ സർപ്ലസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to q pd dx മൈനസ് pd ഇൻറ്റു q. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പി ഡി എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ പി ഡി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നമുക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും. ക്വാണ്ടിറ്റി എന്ന് എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഇവിടെ ഫംഗ്ഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ക്യൂ നമുക്ക് കിട്ടിയല്ലോ. ക്യൂ എന്താണ്? 20 ആണ് കിട്ടിയത്. ഇപ്പൊ എന്ത് വരും? ഇന്റഗ്രല് 20. ഓക്കെ, അത് ചെയ്യുന്ന ശ്രദ്ധിച്ചോട്ടോ. ഇതിന് ഇന്റഗ്രൽ ഒന്നും കൊടുക്കാല്ലേ. ഇത് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടിയതിന് ശേഷം ഈ വാല്യൂ മൈനസ് ചെയ്യാം. 0 to q എന്താ? 20. നമ്മളെ ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ ഈക്വൽ ടു 50 മൈനസ് 2x മൈനസ് പി ഡി ഇൻറ്റു ക്യൂ. അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. പി ഡി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 200. ഓക്കെ, ഇത് ചെയ്യുമ്പോ ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക. 15ന്റെ ഇന്റഗ്രൽ, 1ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ആണ്. ഇപ്പൊ 15ന്റെ ഇന്റഗ്രൽ എന്താ വരിക? 50x ആ വരിക. ഡൗട്ട് ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇല്ല സർ. ഓക്കെ ഓക്കെ, അപ്പൊ 15ന്റെ ഇന്റഗ്രൽ 50x ആണ് വരിക. മൈനസ് 2xന്റെ ഇന്റഗ്രൽ വരിക. ഇപ്പൊ മൈനസ് ഇട്ട് കൊടുത്തു. അപ്പൊ 2xന്റെ ഇന്റഗ്രൽ വരിക. നമ്മൾ എന്ത് ചെയ്യുക? 2 കോൺസ്റ്റന്റ് ആണ്. 2 ഇങ്ങനെ തന്നെ ഇതാ.
ഇനി എക്സിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. എക്സിന്റെ ഇന്റഗ്രൽ എന്താ വരിക? എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 1 ആണ്. അപ്പം എക്സിന്റെ ഇന്റഗ്രൽ വരിക n പ്ലസ് 1. എക്സ് 1 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ബൈ n പ്ലസ് 1. എക്സ് സ്ക്വയർ ബൈ 2 ആണ് എന്ത്? എക്സിന്റെ ഇന്റഗ്രൽ. ഇപ്പൊ 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ വരിക എക്സ് സ്ക്വയർ ബൈ 2. ഇതിനെന്ത് ചെയ്യണം? 0 to 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ 0 to 20 മൈനസ് 200. ഇത് ചെയ്ത് വരുമ്പോൾ 50x മൈനസ് 2ഉം 2ഉം ക്യാൻസൽ ആവും ഇല്ല, 2ഉം 2ഉം കട്ടായി. ബാക്കി എന്ത് വരും? 50x മൈനസ് എക്സ് സ്ക്വയർ വരും. 0 to 20 മൈനസ് 200. ഓക്കെ, അപ്പൊ ഇതെന്താകും? ഇനി എന്ത് ചെയ്യാം? ഈ 20 എക്സിന് ആദ്യം അപ്ലൈ ചെയ്യാം. ദെൻ 0 അപ്ലൈ ചെയ്യണം. പക്ഷേ 0 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 20 എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 50 ഇൻറ്റു 20 മൈനസ് 20 സ്ക്വയർ. 20ന്റെ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനെന്ത് ചെയ്യണം? മൈനസ് ഈ എക്സിന്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യണം. 0 അപ്ലൈ ചെയ്യുമ്പോൾ 50 ഇൻറ്റു 0 0 വരും. മൈനസ് 0ന്റെ സ്ക്വയർ ചെയ്യുമ്പോഴും 0 വരും. അപ്പൊ ശരിക്കും 0ന്റെ അത് ആയതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, മൈനസ് 200. ഇപ്പൊ 50 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മൈനസ് 20ന്റെ സ്ക്വയർ 400 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മൈനസ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. 600 മൈനസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 400. ഇതാണ് എന്ത്? കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് വരുന്നത്. തൽക്കാലം ഇവിടെ യൂണിറ്റ് ഒന്നുമില്ല. 200 യൂണിറ്റ് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതേപോലെ ഇതിപ്പോ ഏതാണ്? കൺസ്യൂമർ സർപ്ലസ്. ഇനി പ്രൊഡ്യൂസർ സർപ്ലസിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് UGC നെറ്റിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. Find the producer surplus defined by the supply card G of x. നമുക്ക് പല രീതിയിലായിരിക്കും ചിലപ്പം ഇതുണ്ടാവുക. നമ്മൾ അത് മനസ്സിലാക്കുക. 4x plus 8. ഈ 4x plus 8 ആണ് എന്ത്? ഈ സപ്ലൈ കർവിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സപ്ലൈ ഫംഗ്ഷന്റെ ഇക്വേഷൻ വരുന്നത്. when x0 equal to 5. മനസ്സിലാക്കുക, നമ്മളെ ക്വാണ്ടിറ്റി എന്താണ്? ഇവിടെ 5 ആണ്. x0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ്. പിന്നെ P of S സപ്ലൈയിലെ പ്രൈസ് എന്താ വരിക? എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഈ 5 കൊടുക്കണം. 4 into 5 plus 8 that is equal to 20 plus 8 28. Pയും Qയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സർപ്ലസ് പ്രൊഡ്യൂസർ സർപ്ലസിന്റെ ഇക്വേഷൻ എഴുതുക. പ്രൊഡ്യൂസർ സർപ്ലസ് എന്താ ഇക്വേഷൻ വരിക? പറഞ്ഞേ. PS into Q minus integral PS dx. 0 to Q PS dx അല്ലേ? ഇപ്പൊ പി എസ് ക്യൂവിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതെന്താ? PSQ. ഓക്കെ, PSQ നമുക്ക് ചെയ്ത് നോക്കണം. PSQ PS എന്താ? 28. Q 5. 28 into 5 ചെയ്ത 140. അപ്പൊ ഇത് വരിക ഈക്വൽ ടു 140 മൈനസ് ഇന്റഗ്രൽ 0 to Q. Q എന്താ? 5. 0 to 5 PS 4x plus 8 dx. അപ്പൊ 4x plus 8ന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 140 മൈനസ് 4xന്റെ ഇന്റഗ്രൽ. എക്സിന്റെ ഇന്റഗ്രൽ എന്താ? x² by 2 അല്ലേ?
എക്സിന്റെ ഇന്റഗ്രൽ x²/2, 8ന്റെ ഇന്റഗ്രൽ 8x. ഇതിനെന്ത് ചെയ്യുക? ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുക, അതായത് 0 to 5 അപ്ലൈ ചെയ്യുക. അടുത്തതിൽ എന്താകും? 140 മൈനസ് 4x²/2, 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 2x² പ്ലസ് 8x. ഇതെന്ത് ചെയ്യണം? 0 to 5. ഇനി എന്ത് ചെയ്യുക? എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുക, അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ 140 മൈനസ് ഈ എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോൾ 2 × 5² പ്ലസ് 8 × 5. ശരിക്കും മൈനസ് ഇങ്ങനെ കൊടുക്കണം, 2 × 0² പ്ലസ് 8 × 0 എന്ന് കൂടി ശരിക്കും കൊടുക്കണം. ഇപ്പൊ തൽക്കാലം ഇവിടെ ഇങ്ങനെ നിന്നോട്ടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ 140 മൈനസ് 2 × 5², 5² equal to 25, 25 × 2 that is equal to 50, 50 plus 5 × 8 90 minus 0 that is equal to 140 minus sorry ഇത് 8 × 5 40 ആണ് വരിക. അപ്പോൾ 50 plus 40 90, 140 minus 90 that is equal to 50. ഇവിടുത്തെ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ ആണോ? ഇനി വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇക്വിലിബ്രിയത്തില് കുറച്ചും കൂടി പ്രോസസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇതിൽ രണ്ടും കണ്ടുപിടിക്കാണ്ട്. ഗിവൺ ഡിമാൻഡ് ഫംഗ്ഷൻ P equal to 32 minus 8Q. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, പല സ്ഥലത്ത് പലതായിട്ടാണ്. ക്യൂവിന്റെ സ്ഥാനത്ത് x0, x, q അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം, അത് നോക്കിയിട്ട് ഇക്വേഷൻ മാറ്റി എഴുതണം. ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ P equal to 12 plus 2Q. Find consumer surplus and find CS and PS. Consumer surplus and producer surplus. ഇവിടെ നമുക്ക് ഒരു വാല്യൂ പോലും കിട്ടിയില്ല. നേരത്തെ കേസിൽ എന്ത് ഉണ്ടായിരുന്നു? Q equal to അല്ലെങ്കിൽ x equal to 5 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? For equilibrium, demand equal to supply അല്ലേ? ഇക്വിലിബ്രിയത്തില് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് വരും? ഡിമാൻഡിന്റെ ഇക്വേഷൻ 32 minus 8Q, 32 minus 8Q that is equal to സപ്ലൈന്റെ ഫംഗ്ഷൻ 12 plus 2Q. എന്ത് ചെയ്യാം? ഈ 12ന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. 32 minus 12 that is equal to 2Q പ്ലസ് ഈ മൈനസ് 8Q ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 8Q ആവും. അപ്പൊ എന്താകും? 32 minus 12 that is equal to 20, 2Q plus 8Q that is equal to 10Q. അപ്പൊ 10Q equal to 20 ആണെങ്കിൽ Q equal to 20/10 that is equal to 2. Qന്റെ വാല്യൂ കിട്ടി, 2 കിട്ടി. ഈ Qന്റെ വാല്യൂ ഇവിടെ കൊടുത്താലും സെയിം ആയിട്ടായിരിക്കും Pന്റെ വാല്യൂ കിട്ടുക. ഫോർ എക്സാമ്പിൾ P equal to 32 minus 8Q ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 32 minus 8 into 2 that is equal to 16. ആൻസർ 16 ആണ് വരുന്നത്. നേരെ മറിച്ച് ഇനി മറ്റേ ഇക്വേഷനിൽ 12 plus 2Q കൊടുക്കുകയാണെങ്കിൽ 12 plus 2 into 2 ആൻസർ 12 plus 4 that is equal to 16. രണ്ട് ഇക്വേഷനിൽ കൊടുത്താലും നമ്മളെ Pന്റെ വാല്യൂ എന്താ കിട്ടുക? 16 ആ കിട്ടുക. ഓക്കെ, ഇനി എന്താ ചെയ്യുക? PQ കണ്ടുപിടിക്കുക. PQ equal to 32. ഇനി എന്താ ചെയ്യുക? കൺസ്യൂമർ സർപ്ലസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇന്റഗ്രൽ 0 to
ക്യൂ കൺസ്യൂമർ സർപ്ലസ് ആയതുകൊണ്ട് പി ഡി ഡിമാൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൈനസ് പി ക്യൂ. അപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? ഡിമാൻഡ് ഫംഗ്ഷൻ ശ്രദ്ധിക്കണം, ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ 32 മൈനസ് 8Q. ഇവിടെ ഉള്ളത് 32 മൈനസ് 8Q ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഡി ക്യൂ ആക്കണം. 32 മൈനസ് 8Q. നമ്മള് എക്സ് ആണെങ്കിൽ ഡി എക്സ് ആക്കുക, ഇത് ക്യൂ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡി ക്യൂ എന്ന് എഴുതണം. മൈനസ് പി ഇൻറ്റു ക്യൂ ചെയ്തപ്പോൾ 32 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ 32ന്റെ ഡെറിവേറ്റീവ് വരിക 32Q എന്നാണ്. 0 to Q. ക്യൂവിന്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയത്? 2. അപ്പൊ 0 to 2 ആണ് കേട്ടോ വരിക. 32Q മൈനസ് 8 ഇൻറ്റു ക്യൂവിന്റെ ഡെറിവേറ്റീവ് എന്താ? Q സ്ക്വയർ ബൈ 2. 0 to 2 മൈനസ് 32. അടുത്ത സ്റ്റെപ്പിൽ 8Q സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4Q സ്ക്വയർ ആവും. 32Q മൈനസ് 4Q സ്ക്വയർ 0 to 2 മൈനസ് 32. അപ്പം എന്ത് ചെയ്യുക? ഈ ക്യൂക്ക് 2 കൊടുക്കുക. അപ്പൊ 32 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു Q സ്ക്വയർ 4 ഇൻറ്റു 4 മൈനസ് 32 ചെയ്യുമ്പോൾ 32 ഇൻറ്റു 2 64. 64 മൈനസ് 60 മൈനസ് 32. ആൻസർ വരിക 64 മൈനസ് 16 32 ആഡ് ചെയ്താൽ 48. അപ്പൊ 64 മൈനസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ കൺസ്യൂമർ സർപ്ലസ് വരുന്നത് 16 ആണ്. ക്ലിയർ? പ്രൊഡ്യൂസർ സർപ്ലസ് പി ക്യൂ മൈനസ് ഇന്റഗ്രൽ 0 to Q സപ്ലൈന്റെ ഫംഗ്ഷൻ ഡി എക്സ്. ഇനി നോക്കാം, പി ക്യൂ 32 ആണ്. 32 മൈനസ് ഇന്റഗ്രൽ 0 to 2. ഇനി എന്താ ചെയ്യുക? സപ്ലൈ ഫംഗ്ഷൻ നോക്കുക. സപ്ലൈ ഫംഗ്ഷൻ ഏതാ? സപ്ലൈ ഫംഗ്ഷൻ 12 പ്ലസ് 2Q ആണ്. 12 പ്ലസ് 2Q. അതുകൊണ്ട് എന്താകും? ഇത് ഡി ക്യൂ ആകും. ഡി എക്സിന് പകരം ഡി ക്യൂ ആകും. ഇനി 32 മൈനസ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. 12ന്റെ ഇന്റഗ്രൽ 12Q. 2Qന്റെ ഇന്റഗ്രൽ ക്യൂവിന്റെ ഇന്റഗ്രൽ Q സ്ക്വയർ ബൈ 2. അപ്പോ ക്യൂവിന്റെ ഇന്റഗ്രൽ എന്താ? Q സ്ക്വയർ ബൈ 2. അപ്പൊ അവിടെ 2 ഉണ്ട്, ആ 2ഉം ബൈ 2ഉം കട്ടാവും. അപ്പം 12Q പ്ലസ് Q സ്ക്വയർ ആകും. 0 to 2. ഇത് ചെയ്യുമ്പോൾ 32 മൈനസ്, ഇനി എന്താ ചെയ്യുക? ക്യൂക്ക് 2 അപ്ലൈ ചെയ്യാം. അപ്പൊ 12 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 പ്ലസ് 2ന്റെ സ്ക്വയർ 4. 0 അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 32 മൈനസ് 28 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇതാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർ സർപ്ലസ് ആയിട്ട് വരിക. അപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ ചെയ്യാ അറിയോ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്തൊന്ന് നോക്കുക. നിങ്ങൾ എക്സ്ട്രാ കുറച്ചുകൂടി നിങ്ങളെ എഫേർട്ട് കൂടി ഇടണം കേട്ടോ. ഈ ക്ലാസ് മാത്രം ആക്കരുത്. കുറച്ചുകൂടി എന്ത് ചെയ്യുക, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കി തുടങ്ങാം. ഒന്ന് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്നാ അങ്ങനെയാണെങ്കിൽ നിർത്തിയാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? ഇല്ല സർ, ഓക്കെ ആണ്. ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കണ്ടേ. കാരണം ഇത് ഒന്ന് 2-3 ക്വസ്റ്റ്യൻ ഒക്കെ കണ്ട് ചെയ്യുമ്പോഴേക്ക് ഇത് സെറ്റ് ആകും. ഓക്കെ, ഇതാണ്. അപ്പം ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ പുതിയ ടോപ്പിക് ആയിരിക്കും എടുക്കാം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കുറച്ച് വർഷങ്ങളിൽ ചോദിച്ച മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, അതിൻ്റെ ചെയ്യാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.